ഹലോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ 700 സംതിങ് കിട്ടി. പക്ഷേ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. കാര്യം പകുതി തന്നെ ഏകദേശം ബ്രോക്കറേജിൽ എടുത്തത്. എന്ത് സംഭവം നമുക്കൊരു പിടുത്തം കിട്ടിയില്ല. ആകെ 8 ട്രേഡായിട്ട് എടുത്തിട്ടുള്ളൂ. 8 ട്രേഡല്ലേ 7 ട്രേഡായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചോദിച്ചൊന്നുമില്ല എന്താ കാര്യം. എനിക്ക് STT ചാർജായിട്ട് കൂടുതൽ എന്തോ സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെ എന്തൊക്കെയോ 400-ന് അത്ര ഇല്ല, അത്ര ഉണ്ടായില്ല. അതിനും കുഴപ്പമില്ല. അപ്പം മാക്സിമം ട്രൈഡ് മറ്റേ എന്താണ് ഓർഡർ കുറച്ച് നമുക്ക് ചെയ്യാനാണ് നോക്കുന്നത്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് നല്ലൊരു ഷെയർ എടുക്കുക. ഇന്ന് പൊതുവേ നല്ലൊരു ഷെയർ ഉണ്ടായില്ല. ഉച്ച കഴിഞ്ഞപ്പോഴാണ് ചില ഷെയറൊക്കെ ഒന്ന് മൂവിങ് ആയത്. പക്ഷെ നമ്മൾ എടുത്തത് നല്ല ഷെയർ ആയിരുന്നു. പക്ഷെ എടുത്തതിൽ ആദ്യത്തെ പാളിപ്പോയി, അതാ പറ്റിപ്പോയി. എന്നാലും കുഴപ്പമില്ല. 3 ട്രേഡിൽ നമ്മൾ അത് പിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി. ഈ സ്റ്റോപ്പ് ലോസ് നോക്കുന്നതിന് എക്സ്ട്രാ പൈസ ഉണ്ടാകുന്ന എനിക്കറിയില്ല. മറ്റേ ട്രിഗർ പ്രൈസ് രണ്ടാമത് 12 ബൈയിങ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 6 ക്വാണ്ടിറ്റി ആയിരുന്നു, പിന്നെ രണ്ടാമത്തത് 12 ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ ബൈ ചെയ്തെടുത്ത് ഇത് കെയർ ചെയ്ത് കറക്റ്റ് എനിക്ക് സെല്ല് ചെയ്യാൻ പോലും ടൈം കിട്ടില്ല. അതിന് പിന്നെ സാധനം താഴത്തേക്ക് വന്നു. അല്ലെങ്കിൽ രാവിലെ തന്നെ വീഡിയോ കഴിഞ്ഞാൽ ഇത് നല്ല അത്യാവശ്യം നല്ല ഇതിൽ കയറി 600 സംതിങ് ഒറ്റ വന്ന് ചാടിക്കയറി 600 സംതിങ്ങിൽ അങ്ങോട്ട് മാർക്കറ്റ് ഓർഡറിൽ പ്രൈസ് ചെയ്താലും കിട്ടില്ല. കാരണം പെട്ടെന്ന് താഴത്തേക്ക് വന്നു. ട്രേഡ് വെറുതെ പോയി. 500 അപ്പം തന്നെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു. നമ്മൾ സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും താഴത്തേക്ക് ഞാനപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു ചാർട്ട്. സാധനം താഴത്തേക്ക് വരാൻ തുടങ്ങി. 40, 43, 37. പിന്നെ സാധനം രണ്ടാമത് റിട്ടേൺ വരുമോ ഇല്ല എന്നുള്ളൊരു ഡൗട്ടിൽ അങ്ങനെ നിന്നേച്ച്. അപ്പോൾ 12 നമ്മൾ ഓപ്പോസിറ്റ് പോകണമെങ്കിൽ നമുക്കൊരു പണി കിട്ടും. നല്ലൊരു ലോസ് കയറും. ട്രെൻഡ് മുകളിലേക്കാണ് കരുതിയത്. പക്ഷേ പിന്നെ എന്നിട്ട് നമ്മളെ ലോസ് മാറ്റാൻ വേണ്ടി 24 സ്റ്റോക്ക് എടുത്ത് 18 എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ. പക്ഷേ 18 എടുത്തിട്ട് കാര്യമില്ല. അത് ഇന്നലത്തെ ആ ട്രേഡിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ നഷ്ടം വന്നതിൻ്റെ 2ന്റെ ഇരട്ടി എടുത്തിട്ടിരുന്നു. അപ്പോൾ അതിന് നമുക്ക് 24 തന്നെ ഇടേണ്ടി വരും. ഇതിൽ നിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് കിട്ടുമായിരിക്കും. അങ്ങനെ ഇതെടുത്ത് ബാക്കി എല്ലാ ഷെയറും വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരെണ്ണത്തിനും കൂടി കയറിയിട്ടൊന്നും കൊടുക്കാറ്. ഉച്ച കഴിഞ്ഞിട്ട് കുഴപ്പമില്ലായിരുന്നു. ട്രെൻഡ് എന്ന് പറഞ്ഞ ഷെയർ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് ഓപ്ഷൻ കുഴപ്പമില്ലാതെ നല്ല ഇതായിരുന്നു. പക്ഷെ ചെയ്തില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേ ഉള്ളൂ. കാര്യം അടുത്ത ആഴ്ച കൂടി ഉള്ളു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ചിലപ്പോൾ ഒരു ഓപ്ഷനിലും കൂടി ഒരു അടിക്കും. കുഴപ്പമില്ല, നഷ്ടം വന്നാലും കുഴപ്പമില്ല. നമ്മൾ ഏതായാലും അടുത്ത ആഴ്ച ഏതായാലും ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഷെയർ നമുക്ക് അതേപോലെ അല്ല. സെല്ലാണ്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 3 ഓർഡർ ബൈയും സെല്ലും ചേർന്ന് 6. അപ്പോൾ ഇതായപ്പോൾ തന്നെ നമ്മൾ നിർത്തി. വേറെ ഷെയർ നോക്കി, പക്ഷേ വേറെ ഷെയറൊന്നും ഇല്ല, നല്ലതില്ല. ഉച്ചവരെ നോക്കി, ഉച്ചതിനായിട്ടുണ്ടായിരുന്നു.
പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഷെയർ ഇല്ലാത്തതുകൊണ്ട് 3 ഓർഡർ. ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഓപ്ഷൻ നോക്കി എന്ന് വെച്ചാൽ കുറച്ച് ആൾ. പിന്നെ ഇതാണ് ഇന്നലെ ഒരാൾ ചോദിച്ചായിരുന്നു ഏതൊക്കെ ഷെയറാണ് വാച്ച് ലിസ്റ്റിലുള്ളതെന്ന്. ഇതാണ് നമ്മുടെ ഷെയർ. എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല, നമ്മളത് നോക്കിയെടുക്കണം. സ്ഥിരമായിട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഓപ്ഷൻ വെറുതെ ജസ്റ്റ് നോക്കിയിട്ടതാണ്. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യാം. മൈക്ക് വാങ്ങിക്കാം, അത് നോക്കട്ടെ. മൈക്കിൻ്റെ ആരെയൊക്കെ പറയണ്ടായിരുന്നു കമൻറ്റിൽ, നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.